അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അസൂയാലുക്കൾ പെരുകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ എത്ര അങ്ങോട്ട് സ്നേഹം അവർക്ക് നൽകിയാലും അവര് നമ്മളെ പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിനോടുള്ള അസൂയ കൊണ്ട്, നമ്മളെ മുതലിനോടുള്ള അസൂയ കൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തുക, നമ്മളെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുക എന്നൊക്കെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിച്ചാലും അവർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഒരുപാട് മോമിനികൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ എത്ര അങ്ങോട്ട് സ്നേഹിച്ചാലും അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുകയും അതുപോലെ തന്നെ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുകയും അങ്ങനെ ചിലരുണ്ടല്ലോ. എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക എന്ന ഒരു രീതി പിന്തുടർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള അസൂയാലുക്കളെ തൊട്ട് റബ്ബ് നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മോമിനികളെയും അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ രക്ഷപ്പെടുത്തുകയും അവരെ അല്ലാഹു അവരുടെ ചതികളും വഞ്ചനകളും പരിഹാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം അല്ലാഹു അവരിലേക്ക് മടക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ദിക്ർ നമുക്ക് എപ്പോഴും ചെല്ലണം, ഏത് സമയത്ത് ചെല്ലണം, എങ്ങനെയൊക്കെ ചെല്ലണം നമുക്ക് നോക്കാം. ഈ പറഞ്ഞത് ആരെ കുറിച്ചാണ്? സാധാരണ നമ്മൾ ഒരു ദിവസം നിർവഹിച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്നവരെ കുറിച്ചല്ല. നിത്യമായി നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ചില ശത്രുക്കളുണ്ട്. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുതയും അവരുടെ വഞ്ചനയും അവരുടെ ചതികളൊക്കെ അല്ലാഹു അവരിലേക്ക് മാറ്റപ്പെടുന്ന മഹത്തായ ഒരു ദിക്റിനെ ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പരസ്പരം ശത്രുത വെച്ച് പുലർത്തുക എന്നത് വലിയ പാപമാണ്, വലിയ തെറ്റാണ്. നമ്മൾ ആരോടെങ്കിലും ശത്രുത വെക്കുന്നുണ്ടെങ്കിൽ നമ്മളോട് ശത്രുത വെക്കുന്നതും നമ്മൾ അവരോട് ശത്രുത വെക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ്. ശത്രുത വെക്കുന്നത് എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം. ഇങ്ങനെ ശത്രുത വെച്ച് അതിങ്ങനെ നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് ശത്രുത നമ്മൾ കൂടുതൽ കാലം വെച്ചിരിക്കാൻ പാടില്ല, മിണ്ടാതിരിക്കാൻ പാടില്ല. 3 ദിവസത്തിൽ കൂടുതൽ 2 മുസ്ലിമായ ആളുകൾ പിണങ്ങി കഴിഞ്ഞുകൂടാ. അങ്ങനെ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി കഴിയുമ്പോൾ ആരാണ് ആദ്യം മരിക്കുന്നത്? അവർ നരകാവകാശിയായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് കാക്കുമാറാകട്ടെ. നമുക്ക് നോക്കിയാൽ കാണാം, അയൽവാസികൾ നിസാര കാര്യങ്ങൾക്ക് പിണങ്ങി കഴിയുന്നവരുണ്ട്. അവരുടെ മുറ്റത്തുള്ള ഒരു ഇല ഇപ്പുറത്തോട്ട് വന്നു വീണെന്ന് പറഞ്ഞ് അയൽവാസിയോട് എത്രയോ വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഖുറാസാനിലുള്ള ഒരു വലിയ പണ്ഡിതനായിരുന്ന ഒരു സൂഫിയായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ പണ്ഡിതനായിരുന്ന മഹാനവറുകളുടെ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു അയൽവാസി ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു ജൂതനായിരുന്നു. അദ്ദേഹത്തിന്റെ കടങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വീടും പരേടവും അദ്ദേഹം വിൽക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 2000 ദിനാറാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ വീടിനും അദ്ദേഹത്തിന്റെ വസ്തുവിനും കൂടിപ്പോയാൽ 1000 ദിനാർ മാത്രമേ കിട്ടുകയുള്ളൂ. കച്ചവടക്കാർ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചോദ്യം? 2000 ദിനാറാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. ആ സമയത്ത് ആ ജൂതനായ മനുഷ്യൻ പറയുന്നു, 1000 ദിനാറിന്റെ വസ്തുവിനും എന്റെ ഭവനത്തിനുമാണ് എങ്കിൽ 1000 ദിനാർ. നല്ലവനായ ഒരു മഹാപണ്ഡിതനായ ഒരു സൂഫിയായ മനുഷ്യനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് എന്റെ അയൽക്കാർ. അതുകൊണ്ട് നല്ല ഒരു അയൽക്കാരനുള്ളത് കൊണ്ട് 1000 ദിനാർ അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടിയും, അങ്ങനെയാണ് 2000 ദിനാർ ഞാൻ ചോദിച്ചതെന്ന് ആ ജൂതനായ മനുഷ്യൻ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ വിവരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഈ വിവരം മഹാനവറുകൾ അറിയുകയാണ്. മഹാനവറുകൾ ജൂതനായ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ആ വീടും പുരയിടവും നിങ്ങൾ വിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടുന്ന 1000 ദിനാർ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. അയൽവക്ക ബന്ധം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ അയൽവക്ക ബന്ധം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു നിലനിർത്തിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ 3 ദിവസത്തിൽ കൂടുതൽ ആരോടും മിണ്ടാതിരിക്കരുത്. അതുപോലെ നമ്മൾ അയൽവാസികളോട് നമ്മൾ നല്ല രീതിക്ക് പെരുമാറണം. പിന്നെ നമ്മളെ എങ്ങനെ സ്നേഹിച്ചാലും നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ നാശം കാണാനും ആഗ്രഹിക്കുന്ന ചിലരുണ്ടാകുമല്ലോ. അത് ചിലപ്പോൾ പല കാരണങ്ങളാകാം. നമ്മളെ സമ്പത്തിനോടോ
നമ്മളെ ജോലിയോടോ നമ്മളെ ബിസിനസിനോടോ നമ്മളെ ഭവനത്തിനോടോ ഒക്കെ ഉള്ള എന്തെങ്കിലും അസൂയ കൊണ്ടായിരിക്കാം നമ്മൾ. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നശിച്ചു കാണാം. അങ്ങനെയുള്ളവർക്ക് അവരെ പരാജയപ്പെടുത്താനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാഹുവേ, അക്രമിയുടെ അക്രമത്തിൽ നിന്നും അസൂയാലുക്കളുടെ അസൂയത്തൊട്ടും അതുപോലെ മരണക്കാരുടെ മരണത്തിൽ നിന്നും കൊടുത്തക്കാരുടെ കൊടുത്തത്തിൽ നിന്നെല്ലാം നീ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അല്ലാഹുവേ, ഞങ്ങളെ ഇണകൾ അല്ലാഹുവേ, ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ കുടുംബക്കാരെ എല്ലാം നീ കാക്കണേ അല്ലാഹ്. അപ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ നടക്കുന്ന ചതിയന്മാരായ ആളുകൾക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നൊരു മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ അമല് നമ്മൾ ചെയ്യേണ്ടുള്ള ആരോടാണ്? ഇന്ന് വേണമെങ്കിൽ നാളെ പറ്റുന്ന ആൾക്കാരോടല്ല. ഇത് നമ്മളെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട്, പടച്ചവനെ അങ്ങനെയുള്ളവരിൽ നിന്ന് നീ ഞങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങളെ കുടുംബത്തെ ഞങ്ങളെ എല്ലാം നീ കാക്കണേ അല്ലാഹ്. മഹാന്മാര് പറഞ്ഞു തരുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 1000 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എത്ര പ്രാവശ്യം ചൊല്ലണം? 1000 തവണ ചൊല്ലുക. അതിനുശേഷം അൽഹംദുലില്ലാഹ് 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 എന്ന് 1000 വട്ടം നമ്മൾ ചൊല്ലുക. അതിനുശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് 1000 വട്ടം നമ്മൾ ചൊല്ലുക. ഇത് 1000 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം അല്ലാഹു വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലുമുള്ള സലാത്ത് ഇതും ഒരു 1000 വട്ടം നമ്മൾ ചൊല്ലണം. അങ്ങനെ ഇത് 4 ചൊല്ലിയതിനു ശേഷം നമ്മളെ ആരാണ് അക്രമം നമ്മളെ ഉപദ്രവിക്കുന്നത്, മേൽപ്പറഞ്ഞ ഉപദ്രവമാണ്, അല്ല സൗന്ദര്യപ്പണക്കമല്ല. നിത്യമാരാണ് നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മോട് ഇങ്ങോട്ട് വന്ന് അക്രമം കാണിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമുക്ക് ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം എപ്പോഴും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ചതിയും വഞ്ചനയും അസൂയയും എല്ലാം അല്ലാഹു അദ്ദേഹത്തിലേക്ക് മടക്കാനുള്ളതുമാണ്. അങ്ങനെ ഇത് 4 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ അക്രമേ നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് അല്ലാഹുവേ, അവന്റെ ചതിയിൽ നിന്നും പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ചതിയന്റെ ചതിയിൽ നിന്നും അക്രമയുടെ അക്രമത്തിൽ നിന്നും അസൂയക്കാരുടെ അസൂയയിൽ നിന്നും ആ വാരണക്കാരുടെ വാരണത്തിൽ നിന്നും കൊടുത്തരക്കാരുടെ കൊടുത്തരയിൽ നിന്നും അല്ലാഹുവേ നീ എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും എന്റെ സ്വത്തുക്കളെ എല്ലാം നീ സംരക്ഷിക്കണേ അല്ലാഹ് എന്നിങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക മുഅ്മിനീങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അദ്കാറുകളുടെ ബർക്കത്ത് കൊണ്ട് അവന്റെ ചതി അവനിലേക്ക് അല്ലാഹു മടക്കുന്നതാണ്. അവൻ ഏത് കാര്യമാണോ നമ്മളിൽ ഉദ്ദേശിച്ചത് ആ കാര്യം അല്ലാഹു അവനിൽ തന്നെ ചെയ്യുന്നതാണ്. അല്ലേ? നമ്മൾ ഒരു അക്രമിയായ മനുഷ്യൻ അദ്ദേഹം ഏത് കാര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ നാശമായിരിക്കും, അല്ലാഹു അവനിലേക്ക് തന്നെ ആ നാശത്തെ മടക്കുന്നതാണ്. അപ്പൊ ഈ ഉപയോഗിക്കേണ്ട ഈ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഈ ദിക്ർ, ഈ മഹത്തായ അമല് നമ്മൾ ചെയ്യേണ്ടിയുടെ ആരുടെ പേർക്കാണ്? സൗന്ദര്യ പണക്കത്തിന്റെ പേർക്കല്ല. ഇത് നമുക്ക് ഇഷ്ടപ്പെടാത്തവരുടെ പേർക്കുമല്ല. പക്ഷെ നമ്മൾ നിത്യമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെയുള്ള അക്രമികളിൽ നിന്ന് കാക്കുമാറാകട്ടെ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, അയൽവക്കം കൊണ്ട് ബന്ധം കൊണ്ടിട്ടായാലും മറ്റേതെങ്കിലും രീതിക്കായാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശത്രുത അവനിലേക്ക് തന്നെ മടക്കും. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. റബ്ബേ, ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. സർവ്വവിധ ഐശ്വര്യങ്ങളും നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുവേ, അസൂയാലുക്കൾ അസൂയത്തൊട്ടും മരണക്കാരുടെ മരണത്തിൽ നിന്നും കൊടുത്തരക്കാരുടെ
ഒരുപാട് കൊടുത്തിൽ നിന്ന് അക്രമങ്ങളുടെ അക്രമത്തിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഇണകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ലോക വിജയികളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാറാണ് റബ്ബേ, ഞങ്ങളെ കടങ്ങളൊക്കെ വീടണേ അല്ലാഹ്. ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഭവനങ്ങളിൽ പണി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് കള്ളക്കേസുകൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകണേ അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഞങ്ങളെ വാത് കേൾക്കുന്നവർ, ഞങ്ങളെ മജ്‌ലിസിലുള്ളവർ, ഞങ്ങളെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവർക്കും ഞങ്ങൾക്കും എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.